ജയ് ഹിന്ദ്. വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സന്തോഷ വാർത്ത. OROP സംബന്ധിച്ചുള്ള സർക്കുലർ നമ്പർ 679 PCDA പബ്ലിഷ് ചെയ്തിരിക്കുന്നു. ഈ സർക്കുലറിൻ്റെ ഗുണം ആർക്കൊക്കെ ലഭിക്കുമെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. OROP ടേബിളിൽ ടേംസ് ഓഫ് എൻഗേജ്മെൻറ്റ് സംബന്ധിച്ച കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു. ഇത് സംബന്ധിച്ച സർക്കുലർ 679 PCDA പബ്ലിഷ് ചെയ്തിരിക്കുന്നു. സ്ക്രീനിൽ കാണുന്നത് സർക്കുലർ നമ്പർ 679 4 ഡിസംബർ 2024 PCDA പബ്ലിഷ് ചെയ്തതാണ്. ഇതിൻ്റെ സബ്ജക്റ്റ് വിമുക്ത ഭടന്മാർക്കുള്ള OROP സംബന്ധിച്ച്. റെഫറൻസായി സർക്കുലർ നമ്പർ 555 4 ഫെബ്രുവരി 2016 തന്നിരിക്കുന്നു. PDA അഥവാ പെൻഷൻ ഡിസ്പേഴ്സിംഗ് ഏജൻസീസ് അറിയാവുന്നതാണ്. PCDAയുടെ 4 ഫെബ്രുവരി 2016 സർക്കുലർ നമ്പർ 555 അനുസരിച്ച് ആംഡ് ഫോഴ്സസിൽ ഉള്ളവരുടെ പെൻഷൻ 1 ജൂലൈ 2014 മുതൽ ടേബിൾ അനുസരിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്തു. എന്നാൽ ഇപ്പോൾ സർക്കുലർ നമ്പർ 555 ടേംസ് ഓഫ് എൻഗേജ്മെൻറ്റ് സംബന്ധിച്ച അപ്പൻഡിക്സ് X താഴെ പറയുന്ന റാങ്കുകളുടേത് 30 മെയ് 1998 മുതൽ മാറ്റം വരുത്തിയിരിക്കുന്നു. ആർമിയിലുള്ള ഹോണററി ലെഫ്റ്റനൻറ്റ് റാങ്കിൻ്റെ മാക്സിമം ടേംസ് ഓഫ് എൻഗേജ്മെൻറ്റ് 21 മുതൽ 33 വർഷം ആക്കിയിരിക്കുന്നു. നേവിയിലെ മാസ്റ്റർ ചീഫ് പെറ്റി ഓഫീസർ 1 സമാന റാങ്കുകളും 33 വർഷം. ഹോണററി സബ് ലെഫ്റ്റനൻറ്റ് 21 മുതൽ 33 വർഷം. ഹോണററി ലെഫ്റ്റനൻറ്റ് 21 മുതൽ 33 വർഷം. DSC അഥവാ ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്സിലെ ഹോണററി ലെഫ്റ്റനൻറ്റ് 21 മുതൽ 33 വർഷം. ഹോണററി ക്യാപ്റ്റൻ 21 മുതൽ 33 വർഷം. ബാക്കി ടേംസിലും കണ്ടീഷൻസിലും ഒരു വ്യത്യാസവും ഇല്ല. ഇതാണ് സർക്കുലറിൻ്റെ ഉള്ളടക്കം. ഇതനുസരിച്ച് ഹോണററി ലെഫ്റ്റനൻറ്റ്, ഹോണററി ക്യാപ്റ്റൻ റാങ്കുകൾക്ക് പെൻഷനിൽ വർധനവുണ്ടാകും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.